ഫ്രഞ്ച് നിർമ്മിത യുദ്ധവിമാനമായ റഫാലിന്റെ ചട്ടക്കൂട് ഇനി ഇന്ത്യയിൽ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് നിർമ്മിക്കും. ഇതിന്റെ സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിന് ദസോ ഏവിയേഷനുമായി ധാരണ. ഫ്രാൻസിന് പുറത്ത് ഇതാദ്യമായാണ് ഈ പോർവിമാന ഭാഗങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത്. റഫാൽ വിമാന ഇടപാട് വിവാദമൊക്കെ പഴങ്കഥ. പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂറിൽ മുന്നണി പോരാളിയായതിന്റെ ക്രെഡിറ്റിലാണ് ഇപ്പോൾ റഫാൽ. റെയർ എർത്ത് മാഗ്നറ്റ്സ് കയറ്റുമതി ചൈന നിയന്ത്രിച്ചതുമൂലം പാർട്സുകൾ കിട്ടാതെ പ്രമുഖ ബ്രാൻഡായ സ്വിഫ്റ്റ് കോമ്പാക്ട് കാറിന്റെ നിർമ്മാണം ജപ്പാനിൽ നിർത്തിവെച്ച് സുസുക്കി മോട്ടോഴ്സ്. ചൈനീസ് നടപടിയുടെ തിരിച്ചടി പുറത്തുവിട്ട ആദ്യ കമ്പനിയാണ് സുസുക്കി. ചൈന പിടിമുറുക്കിയാൽ വാഹന നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക്. ഇന്ത്യയിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ അടവൊന്നു മാറ്റിയതായി റവന്യൂ ഇന്റലിജൻസ്. ഇന്ത്യക്കാർക്ക് പകരം വിദേശികളെ കാരിയറാക്കി കൂടുതൽ അളവിൽ സ്വർണം കടത്തുന്നതിന് പല തെളിവുകളാണ് കിട്ടിയിരിക്കുന്നത്. സ്വദേശികളെ അപേക്ഷിച്ച് വിദേശികൾക്ക് പരിശോധന കുറവാണ് എന്ന പഴുതാണ് പ്രയോജനപ്പെടുത്തുന്നത്. അദാനി കമ്പനികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രത്യക്ഷ പരോക്ഷ നികുതിയായി ഖജനാവിന് നൽകിയത് 75,000 കോടി രൂപ. മുൻ വർഷത്തേക്കാൾ 29% വർധന. വിവിധ വിവാദങ്ങൾക്കിടയിലും കൂടുതൽ വരുമാനം നേടുന്നതിന്റെ തെളിവ് കൂടിയാണ് അധിക നികുതി വിഹിതം. മഴ കൃഷി ഉഷാറാക്കുമെന്ന പ്രതീതി വന്നതോടെ രാജ്യത്തെ രാസവള കമ്പനികൾക്ക് പച്ചപ്പ്. കൊച്ചിയിലെ ഫാക്ട് അടക്കം മിക്ക കമ്പനികളുടെയും ഓഹരി വിലയിൽ ഓടിക്കയറ്റം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.com.